നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് അസാമാന്യവും മാരകവുമായ ഒരു ഡു ഇറ്റ് യുവർസെൽഫ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ RX 135 തന്നെ സംഭവം 10-30 വർഷത്തോളം പഴക്കമുള്ള വണ്ടിയാണ്. 28 വർഷമായി പഴക്കം. അപ്പോൾ അതിനകത്ത് ഏകദേശം ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞാൻ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പെയിൻറ്റിങ്ങിൽ ഇത് പരിചയമില്ല. എൻ്റെ പലരും പറയുന്ന അതിൻ്റെ ക്വാളിറ്റി, സ്പ്രേ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. സംഭവം യാഥാർത്ഥ്യമാണ്, ക്വാളിറ്റി വളരെ മോശമാണ്. പിന്നെ തൊട്ടടുത്തതിലൊരു വർക്ക്ഷോപ്പിൽ, പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ അടിൽ കൊടുത്തു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് നല്ല രീതിയിൽ ചെയ്തു തരുന്നൊരു വർക്കാണ്. നമ്മളൊന്ന് ശ്രമിച്ച് നോക്കിയെന്നേ ഉള്ളൂ. കണ്ടിട്ട് നമസ്കാരം. അപ്പൊ ഇതാണ് നമ്മുടെ മയിൽ വാഹനം. ഏകദേശം ചെയിൻ കവർ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിലായി കിടക്കുന്നതിൽ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, സംഭവം ഇതിപ്പോ 3 മാസത്തിൽ കൂടുതലായി വാട്ടർ സർവീസ് ചെയ്തിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് കഴുകി ഓയിൽ മയമൊക്കെ കളയാൻ വേണ്ടി അങ്ങനെ ചെയ്തു. അതിനുശേഷം ചെയിൻ കവർ ഊരി വെച്ചു. ഇത്ര. ഇനി ആ ചെയിൻ കവർ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോ നമുക്ക് അല്പാൽപമായിട്ട് ഇനി ചെയിൻ കവർ മൊത്തത്തിൽ ഊരി, താഴത്തെ ഊരിയെടുക്കാൻ വലിയ പ്രയാസമായിരുന്നു. എന്നാലും തട്ടിമുട്ടിയൊക്കെ എടുത്തു. ഇതാണ് ചെയിൻ കവർ. ഇപ്പൊ കഴുകി വെച്ചിരിക്കുകയാണ്. സർഫൊക്കെ ഇട്ട് കഴുകി അതിന്റെ ഓയിൽ മയമൊക്കെ കളഞ്ഞു. എന്നാലും അതിന്റെ ഒരു പരുവം കണ്ടില്ലേ? ഇപ്പൊ മൊത്തം അതൊരു തുരുമ്പായി പോയായിരുന്നു. ഇത് ഒറിജിനൽ ചെയിൻ കവർ അല്ലായിരുന്നു. അപ്പൊ ഒറിജിനൽ ചെയിൻ കവറൊക്കെ പോയിട്ട് ഇത് ഞാൻ പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചിട്ടതാ, 1100. അത് പെട്ടെന്ന് അങ്ങ് തുരുമ്പിച്ചു. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇതാണ് ഇപ്പൊ ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഷെയ്ക്ക് എന്തായാലും അങ്ങനെ അത് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അടിക്കണമെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് നല്ല ഡിസ്റ്റൻസിലിട്ട് ചെയ്യണമായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഏകദേശം ക്ലോസ് ആയി പോയി സ്പ്രേ ചെയ്തത്. അപ്പൊ എന്തു പറ്റി, നല്ലതുപോലെ അത് ഒലിച്ചിറങ്ങാനുള്ള ഒരു കാരണമായി. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തായിരുന്നെങ്കിൽ സംഭവം ഒക്കെ ആവുമായിരുന്നു കേട്ടോ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ നോക്കിയിട്ട് നമ്മളിപ്പോ ഒരു പെയിന്റിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യുന്നതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. അത് മാത്രമല്ല, അത് അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് പിന്നെ ക്ലിയർ കോട്ടൊക്കെ ചെയ്യൂലേ. ഇതിനകത്ത് ഗ്ലോസി ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാലും ക്ലിയർ കോട്ടില്ല. അപ്പൊ ഒരു കോട്ട് അടിച്ചു, പിന്നെ വീണ്ടും ഒരു കോട്ടും കൂടെ. ഒന്നല്ല, യഥാർത്ഥത്തിൽ 2-3 കോട്ട് അടിക്കേണ്ടി വരും. കാര്യം ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയത്തുമില്ല. ഇതിനകത്തൊന്ന് നല്ലതുപോലെ ഒലിച്ചിറങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വെച്ചാണ്. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആയിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞു. അങ്ങനെ ഒഴുകിയിറങ്ങിയത് കാര്യം നല്ല രീതിയിൽ ഒഴുകിയിറങ്ങി, നെറ്റ് പോലെ ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വീണ്ടും, അതായത് മൊത്തത്തിൽ തുടച്ചാൽ പോകത്തുമില്ല, അത് മൊത്തം നാശവശമാവും. ഒന്നേന്നും പറഞ്ഞ് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒഴുകിയ ഭാഗം മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കേണ്ടി വന്നു. അപ്പൊ ഇതിപ്പോ യഥാർത്ഥത്തില് ചെയിൻ കവറിലല്ല പെയിന്റ് ആയത്, നമ്മള് പിടിച്ച് നമ്മുടെ കയ്യിൽ മൊത്തമാണ് പെയിന്റ് ആയത്. സംഭവം ഒരുവിധം അറിയാവുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ചു കാലത്തേക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചു കാലത്തേക്ക്, ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു വർഷത്തേക്കാണ് ടെസ്റ്റ് പണിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ജസ്റ്റ് അറിയാവുന്നവർക്ക് നല്ല രീതിയിലൊന്ന് ചെയ്തെടുത്താൽ നല്ല സുഖമായിട്ടിരിക്കും. ചെയിൻ കവറിലും എഞ്ചിൻ സൈഡും ഒക്കെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് എനിക്കറിയത്തില്ല. ബാക്കിയുള്ളത് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ചെയ്താലും ക്ലിയർ ആവത്തില്ല.
ഇതിപ്പോ ജസ്റ്റ് ആ തുടച്ച ഭാഗത്തൊക്കെ ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് ഏറ്റവും വലിയ മെനക്കേടെന്ന് പറഞ്ഞാൽ ഇത് പെയിന്റ് ചെയ്യുന്നതും അത് ഉണക്കിയെടുക്കുന്നതല്ല, ഇത് തിരിച്ച് ചെയിൻ കവർ ഫിറ്റ് ചെയ്യുന്നത് വലിയ പാടുള്ളൊരു കാര്യം. എന്തായാലും അത് ഫിറ്റ് ചെയ്തു, ദാണ്ടതായി ഈ ഒരു പരുവത്തിലായി. അത് ക്ലിയർ കോട്ടും കൂടെ അടിച്ചായിരുന്നെങ്കിൽ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഇതാകുമ്പോ ഈ അടുത്തേലും പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് അവര് വല്ല എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവര് മിനിറ്റുകൾ കൊണ്ട് അടിച്ച് ക്ലിയർ കോട്ടും അടിച്ച് തന്നേരും. എന്തായാലും വേണ്ടിയില്ല, ഇരിക്കട്ടെ. ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് കാര്യം ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ലൈക്ക് ഷെയർ ചെയ്ത് ഈ ഒരു മാനസികാവസ്ഥ രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് സഹായിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് എഴുതി അറിയിക്കണം.